നമസ്കാരം. സഭാവിശേഷങ്ങളും വാർത്തകളുമായി മാർത്തോമ ന്യൂസ്. ക്രൈസ്തവ സമൂഹം സ്വന്തം തനിമയിൽ അഭിമാനം കൊള്ളണമെന്ന് സീറോ മലബാർ സഭ തൃശൂർ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ആൻഡ്രൂസ് താഴത്ത് തൃശൂർ എബനേസർ മാർത്തോമ ഇടവകയിൽ സംഘടിപ്പിച്ച 26ാമത് ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമ വലിയ മെത്രാപ്പൊലീത്ത സ്മാരക പ്രഭാഷണം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്ര നിർമ്മിതിയിൽ ക്രൈസ്തവ സമൂഹത്തിന്റെ സേവനങ്ങൾ തമസ്കരിക്കപ്പെടുന്നു. ക്രിസ്തുമതം വിദേശ മതമായി ചിത്രീകരിക്കുന്നു. നിരവധി സ്ഥലങ്ങളിൽ ആക്രമിക്കപ്പെടുന്നു. സഭകൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടേണ്ട കാലമാണിതെന്നും ആർച്ച് ബിഷപ്പ് ഉദ്ബോധിപ്പിച്ചു. നമ്മൾ ശക്തീകരിക്കപ്പെടണമെങ്കിൽ ആദ്യം തന്നെ നമുക്കുണ്ടായിരിക്കേണ്ട ഒരു സെൽഫ് കോൺഷ്യസ്നെസ്, നമ്മുടെ തനിമയെക്കുറിച്ച്, ഐഡൻറ്റിറ്റിയെക്കുറിച്ചുള്ള അവബോധമാണ്. ഞാൻ ആരാണ്, ഞാൻ എന്താണ്, എങ്ങനെയാണ്, എന്തിനാണ് എന്നുള്ള ഈ അവബോധം ഉണ്ടായില്ലെങ്കിൽ നമ്മളാരും വളരില്ല. മലങ്കര മാർത്തോമ സുറിയാനി സഭാ അധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. ലാളിത്യം ജീവിതശൈലിയാക്കിയ ശ്രേഷ്ഠ ഇടയനായിരുന്നു ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമ വലിയ മെത്രാപ്പൊലീത്ത എന്ന് മെത്രാപ്പൊലീത്ത അനുസ്മരിച്ചു. തിന്മകൾക്കെതിരെ പോരാടി, മതാതീത ദർശനം ഉൾക്കൊണ്ടു, സുവിശേഷ തീഷ്ണത ജീവിതത്തിലും കർമ്മത്തിലും സൂക്ഷിച്ചതായും മെത്രാപ്പൊലീത്ത പറഞ്ഞു. എപ്പോഴും ദൈവം സഭയിലൂടെ വിളിച്ച് വേർതിരിച്ചൊരു സ്ഥാനത്താക്കിയിരിക്കുന്നു എന്നുള്ളതായുള്ള ഉത്ബോധമാണ്. ആ വിളിക്കനുസൃതമായി പ്രവർത്തിക്കുവാൻ്റെ കോണം സഭയിലെ ഏത് നേതൃത്വത്തെയും ഭരിക്കേണ്ടത് എന്നത് ഓർക്കുന്നതായിട്ടുള്ള അവസരം കൂടിയായിട്ട് ഇത് തീരുവാൻ നമുക്ക് ഇടയായിട്ട് തീരട്ടെ. കുന്നംകുളം മലബാർ ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ മാത്യൂസ് മാർ മക്കാറിയോസ് എപ്പിസ്കോപ്പ അധ്യക്ഷനായിരുന്നു. സഭാ സെക്രട്ടറി റവറൻ ഡെബി ടി മാമൻ, ആത്മായ ട്രസ്റ്റി അഡ്വക്കേറ്റ് അൻസിൽ സക്രിയ കോമാട്ട്, എബനേസർ ഇടവക വികാരി റവറൻ സജു ചാക്കോ എന്നിവർ പ്രസംഗിച്ചു. ചെങ്ങന്നൂർ നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെയും മലങ്കര മാർത്തോമ സുറിയാനി സഭ ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസന ബെസ്ക്യാമോസ് ഫെലോഷിപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിച്ചു. ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ യുവാക്കി മാർ കൂർലോസ് അഫ്രിക്കൻ മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. ദൈവം സൃഷ്ടിച്ച ലോകത്തെ സ്നേഹിക്കാതെയും പരിപാലിക്കാതെയും മുന്നോട്ടു പോകുന്നത് ദൈവനിന്ദയാണെന്നും ജനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കേണ്ട കാലഘട്ടം അതിക്രമിച്ചു കഴിഞ്ഞുവെന്നും സഫ്രഗൻ മെത്രാപ്പൊലീത്ത പറഞ്ഞു. ഹരിതകർമ്മസേന ചാർജ് ഓഫീസറും സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടറുമായ സി നിഷയെയും 31 ഹരിതകർമ്മ സേനാംഗങ്ങളെയും തിരുമേനി ആദരിക്കുകയും ഉപഹാര സമർപ്പണം നടത്തുകയും ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ മനീഷ് കീഴാമഠത്തിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ സാലി ജെയിംസ് മുഖ്യപ്രഭാഷണം നടത്തി. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ഷിബു രാജൻ ആമുഖ പ്രസംഗം നടത്തി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പി കെ അനിൽകുമാർ, ടി കുമാരി, മറിയാമ്മ ജോൺ ഫിലിപ്പ്, അഡ്വക്കേറ്റ് ശോഭ വർഗീസ്, കൗൺസിലർ റിജോ ജോൺ ജോർജ്, സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സി നിഷ, ഭദ്രാസന സെക്രട്ടറി റവറൻ തോമസ് സക്രിയ, ട്രഷറർ ജോജി ചെറിയാൻ, ബെസ്ക്യാമോസ് ഫെലോഷിപ്പ് വൈസ് പ്രസിഡന്റ് ലിറ്റി ജോസ്, സെക്രട്ടറി ജോസ്മി തോമസ്, ട്രഷറർ മിനി കെ തോമസ്, ജോളി ജോൺ, ഷൈനി വർഗീസ്, ഹരിതകർമ്മസേന കൺസോർഷ്യം സെക്രട്ടറി കെ എൻ സുധർമ്മ എന്നിവർ പ്രസംഗിച്ചു. എഴുത്തും വായനയും അറിയുന്നവരുടേത് മാത്രമല്ല, ജാതിമത രാഷ്ട്രീയ വിഭാഗീയതയ്ക്കതീതമായി ചിന്തിക്കുന്നവരുടെ സമൂഹമാണ് സാക്ഷരതയുടെ അടയാളമെന്ന് ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് അഫ്രിക്കൻ മെത്രാപ്പൊലീത്ത. റാന്നി ഇടക്കുളം മാർത്തോമ ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോളേജ് വാർഷിക സമ്മേളനത്തിൽ അധ്യക്ഷ പ്രസംഗം നടത്തുകയായിരുന്നു അദ്ദേഹം. യുക്തിയും ബുദ്ധിയും വിവേകവും ഭക്തിയുടെ ഭാവങ്ങളാണെന്നും വിവേചനശേഷിയുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുവാൻ വിദ്യാഭ്യാസത്തിലൂടെ സാധിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭദ്രാസന സെക്രട്ടറി റവറൻ തോമസ് കോശി പനച്ചുമൂട്ടിൽ, ട്രഷറർ അനു ഫിലിപ്പ്, പ്രിൻസിപ്പൽ ഡോക്ടർ മിനി ജോർജ്, അഡ്മിനിസ്ട്രേറ്റർ റവറൻ മാത്യു സക്രിയ, റവറൻ ജോൺസൺ വർഗീസ്, ജിജി കെ യോഹന്നാൻ, ഡോക്ടർ വർഗീസ് പി പീറ്റർ, ഡോക്ടർ ബിന്ദുമോൾ കെ കെ, ഗോകുൽ ജി കൃഷ്ണൻ, ഡൂലിയ യോഹന്നാൻ എന്നിവർ പ്രസംഗിച്ചു. മാർത്തോമ യുവജന സഖ്യം ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനം സ്റ്റഡി ഫോറം സബ് കമ്മിറ്റി നേതൃത്വത്തിൽ നിലയ്ക്കൽ എക്യൂമെനിക്കൽ സെന്ററിൽ നേച്ചർ ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രകൃതിയെ അടുത്തറിയുക, പരിസ്ഥിതി സംരക്ഷണ അവബോധം വളർത്തുക, ആദിവാസികളുടെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കുക എന്നിവയായിരുന്നു ലക്ഷ്യങ്ങൾ. ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ യുവാക്കി മാർ കൂർലോസ് അഫ്രിക്കൻ മെത്രാപ്പൊലീത്ത, ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ബി എ ജയൻ, റവറൻ ലിജോ ജോർജ്, റവറൻ ജെയ്സൺ പി വർഗീസ്, റവറൻ അലക്സ് കെ ചാക്കോ, ഫെബിൻ കോശി ബൈജു, ജെറിൻ ജേക്കബ് എന്നിവർ നേതൃത്വം നൽകി. മാർത്തോമ സഭ കോട്ടയം കൊച്ചി ഭദ്രാസന നേതൃത്വത്തിൽ സൗഹൃദം പദ്ധതിയുടെ ഭാഗമായി ഭിന്നശേഷി കൂട്ടായ്മ സംഘടിപ്പിച്ചു. ഭിന്നശേഷിക്കാരായ 20ഓളം ആളുകളും കുടുംബാംഗങ്ങളും പങ്കെടുത്തു. ഭദ്രാസന അധ്യക്ഷൻ തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്തു. ജൂലിയ മറിയം മുഖ്യ സന്ദേശം നൽകി. വികാരി ജനറൽ വെരി റവറൻ സാംസൺ ജേക്കബ്, ഭദ്രാസന സെക്രട്ടറി റവറൻ അലക്സ് എബ്രഹാം, കൺവീനർ റവറൻ ബിനോയ് മാത്യു, റവറൻ ജോ ജോസഫ് കുരുവിള, റവറൻ കെ എബ്രഹാം, റവറൻ ജേക്കബ് ജോൺ, ട്രഷറർ നോബിൾ തോമസ് എന്നിവർ പ്രസംഗിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. കുഞ്ഞു മനസ്സുകളിൽ ആഹ്ലാദവും മൂല്യങ്ങളും നിറയ്ക്കുവാൻ അവധിക്കാല ബൈബിൾ സ്കൂളുകൾക്ക് ഒരുക്കങ്ങളായി.
മാർത്തോമാ സൺഡേ സ്കൂൾ സമാജം നേതൃത്വത്തിൽ 500ഓളം ഇടവകളിലാണ് ബൈബിൾ സ്കൂളുകൾ സംഘടിപ്പിക്കുക. ക്രിസ്തുവിൽ ഉറച്ചു നിൽപ്പീൻ എന്നതാണ് ഇക്കൊല്ലത്തെ ചിന്താവിഷയം. ഏപ്രിൽ 6 മുതൽ 15 വരെയാണ് ആദ്യ റൗണ്ട്. 16 മുതൽ 25 വരെ രണ്ടാം റൗണ്ടും 27 മുതൽ മെയ് 6 വരെ മൂന്നാം റൗണ്ടും വിവിധ ഇടവകളിൽ സംഘടിപ്പിക്കും. VBS ലീഡേഴ്സ് ട്രെയിനിംഗ് ക്യാമ്പുകൾ ചരൽക്കുന്ന്, അടൂർ യൂത്ത് സെന്റർ, കാട്ടാക്കട വയോജന മന്ദിരം, ചുങ്കത്തറ ഉപ്പട മിഷൻ, ബാംഗ്ലൂർ യൂത്ത് സെന്റർ, ഡൽഹി എന്നിവിടങ്ങളിലായി പരിശീലന ക്യാമ്പുകൾ ഒരുക്കി. സമാജം ജനറൽ സെക്രട്ടറി റവറൻ സജേഷ് മാത്യൂസ്, അസിസ്റ്റന്റ് സെക്രട്ടറി റവറൻ സനൽ ചെറിയാൻ എന്നിവർ ക്യാമ്പുകൾക്ക് നേതൃത്വം നൽകി. മാർത്തോമാ യുവജന സഖ്യം സ്റ്റഡി ഫോറം നേതൃത്വത്തിൽ വസന്തോത്സവം മെയ് 1 മുതൽ 3 വരെ അടൂർ മാർത്തോമാ യൂത്ത് സെന്ററിൽ സംഘടിപ്പിക്കും. ക്യാമ്പ് ലോഗോ മാരാമൺ യുവവേദി വേദിയിൽ സഖ്യം പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് അഫ്രിക്കൻ മെത്രാപ്പൊലീത്ത പ്രകാശനം ചെയ്തു. യുവജന സഖ്യം ജനറൽ സെക്രട്ടറി റവറൻ ബൈജു തോമസ്, ചെയർമാൻ റവറൻ നിജോ എ വർഗീസ്, കൺവീനർ ആശിഷ് ടി വർഗീസ്, ജോയിന്റ് കൺവീനർ എബിൻ ബാബു എന്നിവർ നേതൃത്വം നൽകി. കൂടുതൽ സഭാവിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം മാർത്തോമാ വിഷനിലൂടെ. ഷാലോ.